the girlies say I'm pretty fly for a white guy. Give it to me, baby. Und der Klieben, Klaus und Globen. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Und der Klieben, Klaus und Globen.
the girlies say I'm pretty fly for a white guy. Give it to me, baby. Und der lieben Klaus und Globen. ഊണ് കഴിച്ചിട്ട് ഇവിടെ ഉള്ളു കേട്ടാ. ഊണ് കഴിച്ചിട്ട് ഇവിടെ ഉള്ളു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മള് കള്ളന്മാരാണ്. തിരിച്ചു പിടിക്കാൻ നോക്കി. തിരിച്ചു പിടിക്കാൻ തോക്കി ഉണ്ടേ കൈ പൊക്കണം കേട്ടാ. കൈ പൊക്കണം. എന്നാ വില? 250 രൂപ. 250 രൂപ. ഒരു 300 രൂപ തരാം. കൊടുക്കുക. ഒരു 300 രൂപ തരാം. പുള്ളി ഒരു 300 രൂപ തരാന്നാ പറയണത്. അപ്പൊ ഇത് 250 നമുക്ക് ലാഭമല്ലേ 50 രൂപ. എടാ നമ്മള് കള്ളന്മാരാണ്. തോക്ക് മേടിക്കണം. തോക്ക് പിടിച്ചോടാ, മേടിച്ചോടാ. എടാ തോക്ക് മേടിക്കണ. ദൈവമേ, എന്താ കാര്യം? എന്താ ഇത് നിങ്ങളുടെ സാധനല്ലേ? ഞാൻ നിങ്ങൾ തന്നെ വെച്ചോ. ഇതിനാണ് ഇങ്ങനെ കിടന്ന് പരിങ്ങണത്. തോക്കിയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ സ്വർണ്ണം കിട്ടണം. ഇവിടെ സ്വർണ്ണമൊന്നും ഇല്ല. സ്വർണ്ണം ഉണ്ട് ഇവിടെ. സ്വർണ്ണമൊന്നും ഇല്ല ഇവിടെ. സ്വർണ്ണം ഉണ്ട്. എന്റെ അമ്മച്ചകത്ത് ഇല്ല. സുരേഷേ, എന്താടാ സ്വർണ്ണം ഇല്ലെന്നാണല്ലോ പറയണത്. എടാ മണ്ട, എടാ സ്വർണ്ണം ഉണ്ട്. അവരില്ലെന്നേ പറയും. ഇന്നലെ ഒരു ജ്വല്ലറിന്ന് ഇറങ്ങി വേണ്ടി നമ്മൾ കണ്ടതല്ലേ. സ്വർണ്ണം ചോദിക്കും. പേടിപ്പിച്ചു പോയിക്ക്. ഇന്നലെ നീ സ്വർണ്ണക്കടയിൽ നിന്ന് മേടിച്ച സ്വർണ്ണം ഞങ്ങൾക്ക് കിട്ടണം. ഓ, ആ സ്വർണ്ണ അതെന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി മേടിച്ചതാണ്. കല്യാണത്തിന് വേണ്ടിയാ? 6-ാം തീയതി അവളുടെ കല്യാണം. അതുകൊണ്ട് ഞാൻ തരത്തില്ല. തരിയല്ല? ഇല്ല. സുരേഷേ, എന്താടാ പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. 6-ാം തീയതി കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ പുള്ളി സ്വർണ്ണം തന്നെ? നിന്നെ ഇതാനോട് സ്ഥലത്ത് കൊണ്ടുപോകാത്ത. എടാ നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് സ്വർണ്ണം ചോദിക്കണം. പേടിപ്പിച്ചു ചോദിക്കണം. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. സ്വർണ്ണം തന്നെ. താക്കോല് സ്വർണ്ണം തന്നെ. താക്കോൽ എവിടെ? താക്കോല് അലമാരുടെ മുകളിൽ ഇരിക്കണം. ഞാൻ പറയല. ഇല്ല, കൊന്നാലും ഞാൻ പറയല. എന്താടാ ഇയാള് താക്കോൽ അലമാരയുടെ മുകളിൽ ഇരിക്കുന്ന കാര്യം കൊന്നാലും പറയില്ലെന്നാ പറഞ്ഞു. കൊന്നേക്കട്ടെ. എന്റെ പൊന്നു ദൈവമേ, എടാ മണ്ടൻ ഗുണാപ്പ. എടാ അലമാരയുടെ മുകളിൽ ഇരിക്കണ താക്കോലെടുക്കാൻ നമ്മൾ വേറെ വല്ലതും ആലോചിക്കണ. എടാ പോയി താക്കോലെടുക്കണ നീ. എടാ ഞാൻ പോയി താക്കോലെടുത്തിട്ടുണ്ട്. താക്കോലെടുക്കാൻ പോകുമ്പോ ഇയാള് പോലീസിനെ വിളിച്ച് ഓട്ടിയാലോ? നീ ഒരു കാര്യം ചെയ്യും. നീ ഇവിടെ തോക്കുഞ്ഞുകൊണ്ട് പുള്ളിയുടെ മുമ്പിൽ നിൽക്കും. ഞാൻ പോയി താക്കോലെടുത്തിട്ടുണ്ട്. നീ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറിയിട്ട് ആ മുറിക്കകത്ത് നീട്ടിയ സബർജില്ല നീ ഒറ്റക്ക് നിന്നല്ലേ? അത് ശരിയാവൂലേ? ഞാനും വരാം. ഒന്നിച്ചു പോവാ. എന്നെ ഒന്നിച്ചു പോവാ. പക്ഷെ ഇവൻ ആ നാട്ടുകാരെ പോലീസുകാരെ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? എടാ അതിന് ഒരു പ്രത്യേക ഐഡിയ എന്റെ കയ്യിലുണ്ട്. എന്ന ഐഡിയ നീ പറ. കാണിച്ചു തരാം. കേരള വട്ടത്തിനകത്ത് ഞാൻ കേറിയില്ല. കേരള ഇവിടെ അനങ്ങി പോരെ. അടിയാനെങ്കിൽ പോരുത്. പറഞ്ഞാ ഈ കളത്തിന് പുറത്തിറങ്ങിയ ഞങ്ങൾ വെടി വെച്ച് കൊന്നു കളയും. അടിപൊളി ഐഡിയ സുരേഷ്. ഓക്കെ വാ. എടോ താന്തിനാണോ ചിരിക്കണത്? പോലീസിനെ വിളിച്ചു കൂട്ടിയാണോ? ഞാൻ പോലീസിനെ വിളിക്കത്തില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാ? നാട്ടുകാരെ വിളിക്കത്തില്ല. പിന്നെ താന്തിനാണോ ചിരിക്കണത്? നിങ്ങളങ്ങാട്ട് പോയപ്പോഴേ അതെ. ഒരു വട്ടം വരച്ചിട്ട് അപ്പുറത്തേക്ക് പോയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? ഈ വട്ടത്തിനകത്ത് പുറത്തിറങ്ങരുന്ന്. പുറത്തിറങ്ങരുന്നല്ലേ? അതെ. നിങ്ങൾ അപ്പുറത്തേക്ക് പോയപ്പോ ഞാൻ ഈ വട്ടത്തിനകത്തുണ്ടല്ല 3 പ്രാവശ്യം പുറത്തോട്ടും ആത്തോട്ടും പുറത്തോട്ടും ആത്തോട്ടും പുറത്തോട്ടും ആത്തോട്ടും ഇറങ്ങി മോനെ. Give it to me, baby. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Und der lieben Klaus und Globen. செல்லமே தங்கமே தங்கமே செல்லமே செல்லமே தங்கமே தங்கமே
ആസ് വച്ചനെ വച്ചനെ நானும் பார்த்து புட்டா 10 முறை குளிப்பேன் போட போற யாரும் இல்லடி ஒரு சகு பொகு சொல்லி புட்டு ஓடி வாடி ஐயா ரெட்டு நாத்து பட்டு ஐயா ஓட தூத்து காண கட்டி கேரு பூட்டு பக்கா வெட்டி பாத்து பட்டு கும்பரமா சுத்தி பகலெல்லாம் பாடுபட்டா விளைஞ்சதெல்லாம் வீடு வரும் செல்லமே என் செல்லமே செல்லமே தெரிய சேல நீ தூக்கி கட்டுற வேலை நான் கண்ணு முழிச்சு காத்திருப்பேன் கழுத்து கட்டில் மேல நாலு முழை பேட்டிக்கு போ நர்வமாக்குது பத்தி சிரல் பத்தி நீங்க நர்வமாக்குது All the girlies say I'm pretty fly for a white guy. Give it to me, baby. Und der Klieben, Klaus und Globen. കൂട്ടി നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം പോകുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടി നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ
തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ഈ വഴിയരികിൽ ഈ തിരുനടയിൽ, ഈ വഴിയരികിൽ ഈ തിരുനടയിൽ പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചൂടി, മഞ്ഞിൻ തുകിൽ പടം വിടും സുമതടങ്ങൾ പൂരി, ആനന്ദ കണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം. കൂട്ടി നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. തേൻ കനിനിരകൾ തേനിതളണികൾ, തേൻ കനിനിരകൾ തേനിതളണികൾ, തെന്നൽ നറും നറും മലർ മണം എങ്ങും വീശി, കാതിൽ കളം കളം കുളിർ മൃദുസ്വരങ്ങൾ മൂളി, അനന്തപദങ്ങൾ കടന്നു അണഞ്ഞു പറഞ്ഞു തരുന്നു നിൻകിഞ്ഞാർ. കൂട്ടി നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു, നീഹാരം തൂകുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളനകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി, കൂട്ടി നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unter Klieben, Klaus und Globen. തീപ്പെട്ടിട്ടാ ആരാ? ശംഭു. ശമ്പൂല ഹാൻസ് ഉണ്ട് ശാലുണ്ട്. അതല്ല, ഞാൻ വേട്ടക്കാരൻ ചിക്കാരി ശംഭു. സേറ്റത്തിക്കനാ? ആ സേറ്റന്തേ? ആ ഇരിക്കണ അടുത്തല്ല. ഓ ഇത് വലിച്ചതിന്റെ ബാക്കിയാണല്ലോ. നേരത്തെ കാട്ടി പോയി വലിച്ചില്ലേ, വേട്ടാടിയില്ലേ, കത്തിച്ചേർത്ത് അതിന്റെ ബാക്കിയാ. എന്താ ഇങ്ങനെ കത്തിക്കണേ? എന്താ ഇങ്ങനെ കത്തിക്കണേ? എന്താണ് മൊത്തം പഞ്ഞിയല്ലേ ഇത്, ഇവിടെ വെച്ച് കഴിഞ്ഞാല് മൊത്തം കത്തി പോവില്ലേ, അതിന്റെ വല്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചരാ വലിച്ച. ഇതെന്ത് പറ്റിയത്? ഞാനൊരു വേട്ടക്കാരൻ അറിയാലോ. ആ അത്രയും വലിച്ചാ മതി. ആ ഞാൻ ഈ കാട്ടി പോയിട്ട് പുലികളെയും സിംഹത്തിനെയും വേട്ടയായിട്ട് അതിന്റെ തോല് വിറ്റാണ് ഞാൻ ജീവിക്കണത്. തോല് പൊളിച്ചെടുത്തിട്ട് വിറ്റിട്ടാണ് ഞാൻ ജീവിക്കണത്. പക്ഷെ എനിക്കൊരു ഹോബി ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ശൈലി, ആ ശൈലി, എനിക്ക് ശൈലിയുണ്ട്. ഞാൻ വേട്ടക്ക് പോകുമ്പോ 1 കിലോ ഇറച്ചി വാങ്ങിച്ചും പോകും. അതെന്തിനാണ് 1 കിലോ ഇറച്ചി ഞാൻ വേട്ടയ്ക്ക് പോകുമ്പോ ആരെങ്കിലും ഇറച്ചി മേടിച്ചോണ്ടോ? തിരിച്ചു വരുമ്പോൾ ഇറച്ചി. എന്റെ ശൈലിയ. ഞാൻ വേട്ടക്ക് പോകുമ്പോൾ 1 കിലോ ഇറച്ചി ഞാൻ വാങ്ങിച്ചും പോകും. കാരണം അത് ഐഡിയ ആണത്. ഒരു സിംഹത്തിന്റെ മടയിലോ അല്ലെങ്കിൽ പുലിയുടെ മടയിലോ ഈ ഇറച്ചി വെക്കും. എന്നിട്ട് നേരെ പുറകോട്ട് ഇറങ്ങിട്ട് ഞാൻ തോക്കാട്ടിന് വന്നിരിക്കും. അപ്പൊ ഈ ഇറച്ചിനെ മണം കേൾക്കുമ്പോ സിംഹം അല്ലെങ്കിൽ തോക്ക് മാറ്റി പോയി. ഓക്കെ ഈ സിംഹം പുലി ഈ ഇറച്ചിനെ മണം കേൾക്കുമ്പോ നേരെ ഇങ്ങോട്ട് അടുത്തേക്ക് വരും.
ഈ അപ്പ ഞാൻ തോക്കൊണ്ട് പിടേ 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 എന്ന് പറഞ്ഞ് ഞാൻ വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് വന്നിട്ട് എന്റെ തോല് ഒളിച്ചു അതിന് വിറ്റ് തോല് വിളിച്ചിട്ട് ഞാൻ ജീവിക്കും. അതാണ് എന്റെ ജോലി. അതാണ്. ആ ഇതിപ്പോ എന്താ പറ്റി ഇങ്ങനെയൊക്കെ? ഇതിപ്പോ ഒരു അബദ്ധം പറ്റി എനിക്ക്. എന്താണ്? ഒരു അപകടം പറ്റിയാണ്. ആ. കാരണം ഞാൻ വലിയൊരു ഗുഹ ഉണ്ട്. അപ്പൊ 1 കിലോ ഇറച്ചിക്ക് പകരം ഒരു 5 കിലോ ഇറച്ചി വാങ്ങിച്ച്. 2-3 സിംഹം ഉണ്ടാവുമല്ലോ. ശരിയാ, വലിയ ഗുഹയാകുമ്പോഴത്തേനും ഒത്തിരി ഇത് വേണം. 2-3 പുലി ഉണ്ടാവുമല്ലോ. ആ വലിയ ഗുഹയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് 5 കിലോ ഇറച്ചി വെച്ച് അപ്പൊ സിംഹം വരും, പുലി വരും. എന്താണ് അതിന്റെ ഉള്ളിൽ നിന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി? എന്റെ വേട്ടക്ക് ഒരു ശൈലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 1 കിലോ ഇറച്ചിട്ട് പോകുന്ന പറഞ്ഞത്. ഇന്നലെ ഞാൻ വലിയൊരു ഗുഹ കണ്ട്. അപ്പൊ ഞാൻ 5 കിലോ ഇറച്ചിയായിട്ട് പോയി. അന്ന് 10 സിംഹം അല്ലെങ്കിൽ 10 പുലി വരും എന്നുള്ള സമയത്തില് ഞാൻ ഒരു 5 കിലോ ഇറച്ചിട്ട് പോയി. 5 കിലോ ഇറച്ചി ആ വലിയ ഗുഹയുടെ ഫ്രണ്ടിൽ വെച്ച് 2 അടി മാറി നിന്ന് ഞാൻ തോക്കാട്ട് നിൽക്കുകയാണ് കേട്ടാ. പുലി വരും, സിംഹം വരും, സിംഹം വരും, പുലി വരും. സിംഹം പുലിയൊന്നും വന്നില്ലേ? സിംഹം പുലിയൊന്നും വന്നില്ലടാ. ആ വലിയ ഗുഹത്തകത്ത കൂടി വേണാട് എക്സ്പ്രസ് ആണാ വന്നത്. Give it to me, baby. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klausen Globen. Ritmo fatal, la bomba, alarma. Bellissima. Celebra, bellissima. Celebra, bellissima. Celebra, bellissima. Celebra, bellissima. Celebra, bellissima. Escúchame. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klausen Globen.
സുഹൃത്തുക്കളെ കടന്നു വരൂ. ഈ മരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ശങ്കർ, എൻ്റെ ഭാര്യയുടെ പേര് സുമതി. എൻ്റെ വീട്ടിൽ എനിക്ക് 5 മക്കളാണ്. ഞാനും സുമതിയും 5 മക്കളും അടങ്ങുന്ന ഈ കുടുംബം ജീവിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഈ കവല പോലുള്ള മറ്റുള്ള കവലകളിൽ ചെന്ന് മരുന്ന് വിറ്റ് കിട്ടുന്ന 10 രൂപ, ഈ ബോട്ടിലിന്റെ വില 10 രൂപയാണ്. ഈ 10 രൂപ തന്ന് എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നു. ഈ തൈലത്തിന്റെ പേരാണ് അഷ്ടമർമാണി തൈലം. ഇതുണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പച്ചമരുന്നുകൾ, അതായത് അങ്ങാടി 64 എന്ന് പറയുന്ന മരുന്നുകളാണ്. ഏലക്കാരി ചെറുതുപ്പിൽ ഇരുട്ടുമരുന്ന് നുള്ളി എടുക്കല്ലോ സുഹൃത്തെ, അവിടെ വയ്ക്കും, ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഏലക്കാരി ചെറുതുപ്പിൽ ഇരുട്ടുപതിൽ ചുക്ക മുത്തങ്ങാൻ കിടക്കുക 6 വേപ്പിന്തൽ 20 കുമ്മിഴുവര് കൂളുവര് പാതിരി പയ്യാനും ഓല മൂവില് ചെറുവര വെൻപറഞ്ഞ് ഞെരിഞ്ഞിൽ ചെറുതാക്ക് പൊന്നാമര വെള്ളക്കൊട്ടം കിടക്കാത്തോടെ വയമ്പ്, ഇത്രയും മരുന്നുകൾ ഇടിച്ച് പൊടിച്ച് നല്ല നല്ലെണ്ണയിൽ ഇട്ട് തിളപ്പിച്ച് ആറ്റി ഊറ്റി കുറുക്കിയെടുക്കുന്ന ഈ അഷ്ടപർമാണി തൈലം നിങ്ങൾക്ക് വാദം, പിത്തം, കഫം, അതുപോലെ തന്നെ ചൊറി, ചിരങ്ങ്, ഉളുക്ക്, ചതവ്, ഇതിനുള്ള എല്ലാ അസുഖത്തിനും നിങ്ങൾക്ക് അത്യുത്തമമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പിൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. സാമ്പിൾ പരിശോധിക്കുന്നത് നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ അങ്ങനെ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ 10 രൂപയാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ മൊത്തം നക്കി കുറിച്ചല്ലേ ചേട്ടാ, ചൊറിക്ക് പറ്റോ? പിന്നെ ചൊറിക്കത് അത്യുത്തമമാണ്. കുട്ടികൾക്കാണെങ്കിൽ 2 തുള്ളിയും, വലിയവർക്കാണെങ്കിൽ ഒരു കുപ്പി മൊത്തവും ആവശ്യമായിട്ട് വരും. സാമ്പിൾ. അതുകൊണ്ട് സാമ്പിളിൽ നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുള്ള അയ്യോ അതന്നെ ഒഴിക്കലായി പോയത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്റെ മരുന്ന് ഷോ അയ്യേ ആ കയ്യാലെ ചെളി ഇങ്ങോട്ട് ചളിയല്ല. സുഹൃത്തെ ചേട്ടാ ഒരു സെക്കൻഡ് ചോദിച്ചോളൂ. ചേട്ടാ ഇത് ചതവ് മാറുമോ ചേട്ടാ ഇതുകൊണ്ട്? ചതവ് തീർച്ചയായിട്ടും ചതവ് മാറും. ചതവിന് അത്യുത്തമാണ്. ചതവുള്ള ഭാഗത്ത് വെറുതെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയതിനു ശേഷം ചതവുള്ള ഭാഗത്ത് കുഴമ്പും കൊണ്ട് തേച്ച് കൊടുത്തിട്ട് ഒരു ചില പുളിയിലെ ഉപ്പ് ഇട്ട് ചൂടുവെള്ളത്തിൽ ഒരു സുഹൃത്ത് പറഞ്ഞു ഇപ്പൊ കൊണ്ട് ചെറുപാട് കിട്ടിയെന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കൾ എല്ലാവരും കടന്നു വരും. 10 രൂപയ്ക്ക് ഈ ബോട്ടിൽ വെറും 10 രൂപ മാത്രം. 10 രൂപയാണ് സുഹൃത്തുക്കളെ. എന്റെ കുടുംബം കഴിച്ചു പോകുന്നത്. നിങ്ങളൊന്ന് സഹകരിച്ചാൽ എന്റെ കുടുംബം കഴിയും. ചേട്ടാ നല്ല ബെസ്റ്റ് മരുന്നാട്ടാ. തലവേദനക്ക് ഉപയോഗിക്കാൻ പറ്റും. തലവേദനയുള്ള ഭാഗത്ത് കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം പയ്യെ ഇതുപോലെ പരട്ടി കൊടുക്കുക. ഇങ്ങനെ പരട്ടി കൊടുക്കും. അങ്ങോട്ട് കേൾക്കാനല്ല പറഞ്ഞു, അങ്ങോട്ട് വലിക്കൂ. കണ്ടോ നല്ല മണമാണ്. സാമ്പിൾ തരുന്നതിന് പൈസ മുടക്കേണ്ട ആവശ്യമേ ഇല്ല. സാമ്പിളാണ് നമ്മളുടെ ഉളുക്ക് മാറുമോ? തീർച്ചയായിട്ടും ഉളുക്കുള്ള ഭാഗത്ത് നമ്മൾ ശരിക്കും പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചൂടുവെള്ളത്തിൽ മുണ്ട് മുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉളുക്ക് മാറി കിട്ടും. പിന്നെ ശരിക്കും തടവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉളുക്ക് മാറും. വാദത്തിന് അത്യുത്തമാണ്. വയസ്സ് എന്ന വാദം, വയസ്സായിട്ടുള്ള ആൾക്കാരുടെ വാദത്തിന് അത്യുത്തമാണ്. ചൂടുവെള്ളത്തിൽ ശരിക്കും ചൂട് പിടിക്കുക. അതുപോലെ കുറച്ച് പുളിയിലെയും ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വാദം പാമ്പാടെന്നുള്ളേ. സുഹൃത്തുക്കളെ ആരെങ്കിലും ഒക്കെ എന്നെ ഒന്ന് സഹായിക്കണം. ആരെങ്കിലും 10 രൂപയ്ക്ക് അതൊരു ഉദ്ഘാടന ചടങ്ങെന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും 10 രൂപയ്ക്ക് ഒറ്റ ബോർഡില് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ചൊറിക്ക് മരുന്ന് തന്നില്ലേ, തലവേദനക്ക് തന്നില്ലേ, പടയെന്ന് പോയിട്ടാ ഉളുക്കിനുള്ള മരുന്നുണ്ടോ? ഉളുക്കിനുള്ളത് ഉളുക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു. ഉളുക്കുള്ള ഭാഗത്ത് സാമ്പിൾ നോക്കിയുള്ളൂ. ഉളുക്കുള്ള ഉളുക്ക് അങ്ങനെ ഇയാള് തട്ടിമറിക്കുകയാണല്ലോ. പിത്തത്തിന് നമ്മൾ പിത്തമാണെങ്കിൽ നമ്മൾ ഉള്ളിൽ കഴിക്കണം. ഉള്ളിലാണ് ഈ മരുന്ന് കഴിക്കുന്നത്. 2 തുള്ളി ചെറുനെല്ലിൽ ചാലിച്ചതിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പിത്തം കൊണ്ട് മാറി. പ്രിയ സുഹൃത്ത് ചേട്ടാ ഈ ക്യാൻസറിന് പറ്റുമോ ഇത്? പിന്നെ ക്യാൻസർ ആർക്കാ ക്യാൻസർ? എന്നെ അമ്മമ്മക്ക. എത്ര വയസ്സുണ്ട്? 90 വയസ്സുണ്ട്. 90 വയസ്സുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോ. ഇത് ക്യാൻസറിന് മരുന്നാണ്. ഇത് ക്യാൻസറിന്റെ മരുന്നല്ല. ഈ ഇരിക്കുന്നതെല്ലാം അഷ്ടമർമാണി തൈലം. ഇത് കഷ്ടമർമാണി തൈലം. നല്ല വിഷം മേടിച്ചു കൊടുക്കണം. എത്ര സുഹൃത്തുക്കൾ വിളിക്കുന്നു? ആർക്കും ഇല്ലാത്തൊരു ക്യാൻസറിന് കൊള്ളാവോ? ഇത് ക്യാൻസർ അല്ല, നമ്മുടെ ശരീരഭാഗത്തിന്റെ മുകൾ ഭാഗത്ത് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഉളുക്ക് പോയി. ഉളുക്ക് പോയെന്ന് പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും ഞങ്ങൾ സാമ്പിൾ നോക്കിയോളൂ. നിങ്ങൾക്ക് സാമ്പിളാണ്. എന്റെ ഉദ്ദേശം മൊത്തം സാമ്പിളാണ്. ഈ തലകറക്കത്തിനുള്ള മരുന്നുണ്ടോ? തലകറക്കത്തിന് ഇത് മൂക്കിൽ വലിക്കണം. അങ്ങനെ മൂക്കിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ തലകറക്കം ഉള്ള ഒരു വീട്ടിൽ എല്ലാവർക്കും അസുഖമാണ്. പനിക്ക് നമ്മൾ ശരിക്കും തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും തലയിൽ ഇങ്ങനെ തടവിയതിനു ശേഷം ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ മതി. ചൂടുവെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ പനി മാറും. 10 രൂപ മുടക്കി ആരെങ്കിലും ഉദ്ഘാടന ചടങ്ങ് നിലയ്ക്ക് 10 രൂപ ഉണ്ടെന്ന് നോക്കും. ഒരു 10 രൂപ ആരെങ്കിലും ഉണ്ട്. ഒരു 10 രൂപ. തലവേദന മാറുമോ ചേട്ടാ? തലവേദന മാറുമോ? തലവേദന മാറും. താൻ കുറെ നേരമല്ല തലവേദന മാറും, ഉളുക്ക് മാറും, ചത മാറും. ഞാൻ എന്തിനാ ഇതൊക്കെ തിരക്കണം? ഒരു അസുഖത്തിന് കാര്യം പറ. ഞാൻ അന്വേഷിച്ച കാര്യം വെച്ചിട്ടില്ല. ഒരു മരുന്ന് കച്ചവടവും വേണ്ടല്ല, എല്ലാ മരുന്നും വേണം. കൊള്ളാം, നല്ല കച്ചവടം. ജീവിച്ചോട്ടെ, ഒഴിവായി. 10 രൂപ ഇല്ലാതെ നടക്കാറ്. പ്രിയ സുഹൃത്തുക്കളെ, ആരെങ്കിലും കടന്നു വന്നൊരു 10 രൂപയ്ക്ക് ഒരൊറ്റ ബോട്ടിൽ ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തരുന്ന 10 രൂപയാണ് എന്റെ കുടുംബം ജീവിച്ചു പോകുന്നത്. ഒരു ആരെങ്കിലും ഒരു 10 രൂപ ഉണ്ടോ? 10 രൂപ ഇല്ലേ? ഇല്ലേ, 10 രൂപ ഒന്നും ഇല്ല അല്ലേ? 10 രൂപയ്ക്കാ പിടിച്ച് ഇത്
10 രൂപയ്ക്ക് വേണം. വേണം അത്യാവശ്യം. എന്റെ അയ്യോ എന്റെ പൊന്നെ സാമ്പിൾ കൊടുത്തിട്ടല്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പ്രോഡക്റ്റ് ആണ് കളരി പർമാണി തൈലം. ഒരു ബോട്ടിൽ നിങ്ങൾ എടുക്കുമ്പോൾ 10 രൂപ, സാമ്പിൾ എടുക്കുമ്പോൾ വെറും 5 രൂപ. ഇവിടെ സാമ്പിളിന് പൈസ ഉണ്ട്. Give it to me, baby. ചാറ്റിൽ മഴ ചോദിച്ചു കാത്തേ കാത്തേ വരുമോ? ആറ്റിൻ കരയോരത്തി ചാറ്റിൽ മഴ ചോദിച്ചു കാത്തേ കാത്തേ വരുമോ? മാറിവില്ലമേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു. കാണാതെ കാണാൻ എന്തു മോഹം, കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം. മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം. ആറ്റിൻ കരയോരത്തി ചാറ്റിൽ മഴ ചോദിച്ചു കാത്തേ കാത്തേ വരുമോ? പതഞ്ഞു തുളുമ്പുന്ന പാലമരത്തണലത്ത് വട്ടമഞ്ചലൊരുക്കുന്നു മാനം. നീ വരുമ്പോൾ അഴകിന്റെ കിളിമയിൽ തൂവലാളെ വീശി വീശി തണുപ്പിക്കും തെന്നൽ. മുത്തുമൊഴി തട്ടി കുക്കുയിലേ കുപ്പിവള തട്ടി പാട്ടുമുളേ ആമാനം പൂക്കോരത്തമിടുന്നേ ആരാരും കാണാതാലി പണിയേ കല്യാണ പന്തൽ കെട്ടും കാണാ പ്രാവേ. ആറ്റിൻ കരയോരത്തി ചാറ്റിൽ മഴ ചോദിച്ചു കാത്തേ കാത്തേ വരുമോ?
the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klausen Globen. അതാമത് അല്ല ഒന്നാമത് നാടകം താത്തട കർട്ടൻ. സുധാകര, എടാ സുധാകര, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി പുറത്തോട്ട് വാടാ. ഓ നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ? ആ സുധാകരൻ എങ്ങനെ ഇറങ്ങി വന്നാലോ? വരില്ലടി, വരില്ല. അതെന്താ? അവനും അവന്റെ ഭാര്യയും കൂടി പെരയും പൂട്ടി പുറത്തോട്ട് പോണ കണ്ടോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ സാവിത്രിക്കുട്ടി, നിനക്കറിയാമോ? ഇല്ല. അയ്യോ, അറിയാൻ മേലാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കി കൂടെ നിനക്ക്? ആഹാ, നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ കാണിച്ചു തരാം. സാവിത്രിക്കുട്ടി, അരുത് സാവിത്രിക്കുട്ടി, അരിവേഗമൊന്നും കാണിക്കരുത്. ഓ, ഈ വീട്ടിൽ ഒരു അഴ കെട്ടാൻ പോലും മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ലേ? എവിടെ നമ്മുടെ മകൾ? കോളേജ് വിട്ടിട്ട് ഇതുവരെ അവളെ കണ്ടില്ല. പറഞ്ഞ് മോളെ എടുത്ത് വായിലേക്ക് ഇട്ടില്ല. ദേ നാക്ക നടന്നു വരുന്നു. എവിടെ ഹായ് ഡാഡി. കുരുത്തം കെട്ടവളെ, ജനിപ്പിച്ച സ്വന്തം തന്തയും തള്ളയും ആണോടി ഡാ ഡി എന്നൊക്കെ വിളിക്കുന്നത്? സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തോന്ന്? നിങ്ങളെ എന്നെ ജനിപ്പിച്ചതെന്ന്. ആരാടി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ബൈക്കിന് വിട്ടത്? അതെന്റെ ക്ലാസ്മേറ്റ് തമ്പിയാ. ഞങ്ങള് ചിന്നത്തമ്പി എന്ന് വിളിക്കും. ഇന്നലെ വരെ വീടിന്റെ വഴിയിൽ വരെ കൊണ്ടുവന്ന് വിടുമായിരുന്നു. ഇപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോഴാ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. നിനക്ക് ഇന്ന് കോളേജിൽ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞതല്ലേ? അയ്യോ അമ്മേ, ഇന്ന് എനിക്ക് ആനിവേഴ്സറി ആണമ്മേ. ആനിവേഴ്സറി ആയിട്ടാണോടി നീ ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുന്നത്? അയ്യോ, ഇന്നെന്റെ കോളേജിൽ പരിപാടിയാണെന്ന്. പരിപാടിയായിട്ട് എന്റെ മോൾക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലേ? കവിത പാടി. എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല അച്ഛാ. എങ്ങനെ കിട്ടാനാണ്? കവിത പാടിയ കവിതക്ക് കിട്ടും സമ്മാനം, നിനക്കെങ്ങനെ കിട്ടാനാണ്? അല്ലച്ചാ, ഞാൻ ഒരു കവിത പാടി, എന്നിട്ട് എനിക്ക് ഒരു പ്രൈസും കിട്ടിയില്ല. കിട്ടില്ല, നിനക്ക് തീരെ അക്ഷരഫ്ലോറിസ ഇല്ലല്ലോ. അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോളെ? ഉറപ്പാണല്ല. ആ പിന്നെ ഓട്ടത്തിന് എനിക്ക് അച്ഛ പ്രൈസ്. നിന്റെ അമ്മയും നല്ലൊരു ഓട്ടക്കാരത്തി ആയിരുന്നു. നീ ഇങ്ങനെ ഓടിച്ചാടി നടന്നോ? ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വിവാഹം നടത്തണം. വിവാഹം 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 എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ ഞാൻ കേട്ടു പോകരുത്. പിന്നെ കല്യാണം, അത് മതി. മോളെ, നിന്റെ മുറിച്ചെടുക്കൻ നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഉടനടി നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. സാധ്യമല്ല. എന്റെ കഴുത്തിൽ ഒരു മാല കെട്ടുന്നെങ്കിൽ അതെന്റെ ചിന്നത്തമ്പി മാത്രമായിരിക്കും. 10 മാസം ചുമന്ന് വെച്ച അമ്മയേക്കാൾ വലുതാണ് ഇന്നലെ വന്ന ചെറുക്കനെങ്കിൽ നീ ബോഡി പിന്നെ ഈ അമ്മ ജീവനോടെ കാണില്ല. അമ്മേ. മോളെ, അമ്പലമുറ്റത്ത് കുറുകുന്ന പറവകൾ ഭൂമിയുടെ ഭ്രമണപഥം താഴേക്ക് വരുമ്പോൾ അതിന്റെ ഉദാത്തമായ ഭാഗമല്ലേ മോളെ നാം എല്ലാവരുടെയും നല്ല ഭാഗം? അച്ഛാ, എന്താ ഈ പറയുന്നേ? ഞാനും എന്തെങ്കിലും 4 ഡയലോഗ് പറയട്ടെ, ഇല്ലെങ്കിൽ പുറത്ത് കേട്ടിരിക്കണവരെന്നാ വിചാരിക്കും. വാ അച്ഛാ, പൊരിച്ച കോഴി നെയ്മീൻ കറിയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മുളക് കൂട്ടി കഞ്ഞി കുടിക്കാം. ആരും ഇല്ല ഇവിടെ? അല്ല, ആരിത് മണികണ്ഠനോ? എപ്പോ വന്നു? എന്താ പെട്ടിക്കകത്ത്? കൊറേ ഡ്രസ്സാ. എന്തിനാടാ എല്ലാവർക്കും ഡ്രസ് എടുത്തത്? എന്റെ പൊന്നെ, ഇത് കൊറേ അഡ്രസ് ആണെന്ന്. നീ കുറച്ചു കാലം ഇവിടെ കാണുമല്ലോ. ഇല്ല ഇല്ല, എനിക്ക് ഭയങ്കര ബിസിയാ. ഏറിയ 20-25 വർഷം. അതുവരെ എനിക്ക് നിക്കാൻ പറ്റൂ. എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ എന്റെ ഭാവി വധുവിനൊന്ന് വിളിച്ചേ. മോനെ മണി കണ്ട? ഇല്ല, മണി കണ്ടില്ല, ഒരു കണി കണ്ടായിരുന്നു. വൃത്തികെട്ടവൻ. മോളെ മൈത്രി. ആഹാ, മൈത്രി, നല്ല പേര്. നിന്നെ കണ്ടപ്പം മോൾക്ക് സന്തോഷമായി. സന്തോഷമായി? ഇവൾക്ക് എന്താണ് ബന്ധം? സന്തോഷമായിട്ടല്ല, എനിക്ക് ചിന്നത്തമ്പിയായിട്ടാ ബന്ധം. നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എടി മൈത്രി മോളെ, ഈ വിവാഹത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഒരു തുണ്ട് കയറിൽ ഞാൻ കെട്ടിത്തൂങ്ങി ആടുമടി. അരുതമ്മാവാ, അരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും പോലെ? ഈ റോപ്പ് കൊണ്ടുപോ, ആ കയറ് ചിലപ്പോ പൊട്ടി വീഴും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ കല്യാണം ഞാൻ നടത്തും. എങ്കിൽ ആ കൊക്കിനെ ഞാൻ വെടിവെച്ച് കൊല്ലും. ഹായ് ചിന്നത്തമ്പി ചേട്ടൻ. അയ്യോ, കാലിൽ എന്ത് പറ്റി? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്താണെന്നറിയാൻ ഒന്നുകൂടെ ചവിട്ടി നോക്കി. അച്ഛാ, ഞങ്ങള് പിരിക്കരുത് അച്ഛാ, പിരിക്കരുത്. നിങ്ങളെ പിരിക്കാൻ എന്റെ കയ്യിൽ രസീതില്ല. ആട്ടെ, നീയാണോ എന്റെ മോളെ വഴിപിഴപ്പിക്കുന്നവൻ? അല്ലേ അല്ല,
അതെനിക്കറിയാം. അതിന് കാരണക്കാരി അവക്കടെ തള്ള തന്നെയാ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛാ, പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താടി കാര്യം? കേറി പോടിയകത്ത്. എന്റെ മോളെ വിവാഹം കഴിക്കാൻ നിനക്കെന്താടാ യോഗ്യത? മോട്ടറിന്റെ ഫാനിന്റെ ഒക്കെ പണി അറിയാം. ആണോ? വെള്ളമടിച്ചിട്ട് കറങ്ങി നടക്കും. എന്ത്? എന്നാലും അവളെ പോറ്റി വളർത്തും ഞാൻ. എടാ, നീ കെട്ടിയ നീ വളർത്തണം, അല്ലാതെ കണ്ട പോറ്റിയിലെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുമോ അവളെ? അമ്മാവാ, ഇവിടത്തെ ബാത്റൂം സെറ്റപ്പാണ് കേട്ടോ. എന്താടാ മോനെ? തുറക്കുമ്പോ ലൈറ്റ് കത്തും, അടക്കുമ്പോ ലൈറ്റ് അണയും. അകത്തോട്ട് കയറിയ കിട്ടുകിട്ടാ വിറക്കുന്ന തണുപ്പും. ഈശ്വര, ഇവിടത്തെ ഫ്രിഡ്ജിനകത്ത് കയറിയാണടാ പടയെ നീ മൂത്രമൊഴിച്ചത്. അമ്മാവാ, ആരാണിത്? ഇവനാടാ നിന്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്ന ചിന്നത്തമ്പി. എടാ, ഇനി നീ ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്നാൽ ഞാനതിന്റെ ഏഴയിലൊക്കെ വരില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചാൽ തലയ്ക്ക് പ്രഷർ കയറിയാൽ പിന്നെ എന്റെ കുടുംബം. ചിന്നത്തമ്പി, നിനക്ക് പോകാം. വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്. പോകാനല്ലേ പറഞ്ഞത്? അയ്യോ, അടുത്ത ജന്മത്തിലെങ്കിലും മൈത്രിയെ എനിക്ക് വേണം. അമ്മാവ, ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? എന്നാ പിന്നെ ഞങ്ങളുടെ കല്യാണത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും അങ്ങ് ചെയ്യേ. എന്തു പറ്റി സാവിത്രി കുട്ടി? നിങ്ങൾ ചിന്നത്തമ്മ പറഞ്ഞു വിട്ടതറിഞ്ഞ് നമ്മുടെ മകൾ ആത്മഹത്യ ചെയ്യാൻ റൂമിൽ കയറി വാതിലടച്ച മനുഷ്യ. എന്റെ പൊന്നുമോളെ, മോളെ, അരുത് മോളെ, അത് ചില്ലാണത്. അത് താഴെ വീണ പൊട്ടിയ നിന്റെ കാലെ കുത്തി കയറും മോളെ. വേണ്ട മോളെ. മോളെ, അത് ടി വി ആണ് മോളെ. അത് തല്ലി പൊട്ടിക്കരുത് മോളെ. മോളെ, അരുത് മോളെ. മോൾ എന്ത് പറഞ്ഞാലും അച്ഛൻ അനുസരിക്കാം. വേണ്ട മോളെ, അരുത് മോളെ, എന്റെ പൊന്നു മോളെ, വേണ്ട മോളെ. മോളെ, കഥക് തുറക്കും മോളെ. എടി, വാതിൽ തുറക്കടി. മോളെ, മോളെ. നമ്മളെ വിളിച്ചാലൊന്നും അവൾ ഉണരില്ല. നിങ്ങൾ ചെന്ന് ആ ചിന്നത്തമ്മയെ വിളിച്ചോണ്ട് വാ. മോളെ, എടി, ഒന്ന് കണ്ണു തുറക്കടി. മോളെ, അച്ഛൻ ഇപ്പം ചിന്നത്തമ്പിയായിട്ട് വരും. മോളെ, നിന്റെ ചിന്നത്തമ്പി വന്നിരിക്കുന്നു. എടാ, നീ ഒരു പാട്ട് പാടടാ. പാട്ട് പാടി അവൾ ഉണരും. അങ്ങനെയല്ല സിനിമയിൽ കാണിച്ചേക്കണത്. ഓക്കെ. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ, ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ. എടാ കുരുത്തം കേട്ടവനെ, എടാ ഈ പാട്ട് പാടാനില്ല പറഞ്ഞ. ചിന്നത്തമ്പി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് പാടാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് അതിലെ പാട്ട് അറിയത്തില്ലെന്നേ. അത് പറഞ്ഞ പറ്റുമൊന്നുമില്ല. നീ ആ പാട്ട് പാടണം. ഷോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു. എന്തായാലും ഇത് ശ്രമിച്ചു നോക്കാം. குழு குழு அறையில கொஞ்சி கொஞ்சி தவழ்ந்தது குடிசைய விரும்புமா? சிலு சிலு சிலுவின இங்கிருக்கும் காத்து அங்க அடிக்குமா கிடைக்குமா? பளிங்கு போலவும் வீடு வழியில பள்ளம் மேடு, வரப்பு மேடும் வயலோடும் பறந்து போவேன் பாரு. அதிசயமா കുരുത്തം കേട്ടവനെ, വോഗ്മാനിൽ പാട്ട് കേൾപ്പിച്ച് ആളെ പറ്റിക്കാൻ നോർത്തടാ നീ. ചിന്നത്തമ്പി, നിനക്ക് സന്തോഷമായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? തീർന്നു. ഇനി ഇവിടെ തീരാൻ ഒന്നേ ഉള്ളൂ. അതെന്താണ്? ഈ നാടകം. താത്തടാ കർത്തൻ. அரமனான கிளி தரையில நடப்பது நடக்குமா அடுக்குமா? பனியிலும் விட்ட வெளி வெயிலிலும் Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unter Klieben, Klaus und Globen. La 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 la. Hey 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 aha.
चांद सिफारिश जो करता हमारी बेताब तुमको बता शर्मो हया के पर्दे गिरा के गर्मी है हमको खता सिद्ध है अब तो है खुद को मिटाना होना है कुछ में बना चांद सिफारिश जो करता हमारी बेताब तुमको बता शर्मो हया के पर्दे गिरा के गर्मी है हमको खता चौके वाली उनकी गुजर जाने दे तेरी है जग है कि जैसे गाली दिल में उतर जाने दे आजा बाहों में करके बहाना होना है तुझ में बना चांद सिफारिश जो करता हमारी बेताब तुमको बता शर्मो हया के पर्दे गिरा के गर्मी है हमको खता जो इरादे बता दूं तुमको शर्मा ही जाओगी तुम धड़कने जो सुना दो तुम तो घबरा ही जाओगी तुम हमको आता नहीं है छुपाना होना है तुझ में फना चांद सिफारिश जो करता हमारी बेताब तुमको बता शर्मो हया के पर्दे गिरा के गर्मी है हमको खता जिद है अब तो है खुद को मिटाना होना है तुझ में बना All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klaus und Globen.
dancer. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं किसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. I am a disco dancer. Hey, I am a disco dancer. अमानत है, मैं इसीलिए पैदा हुआ हूँ. ये लोग कहते हैं मैं तब भी गाता था जब बोल पाता नहीं था. ये पाँव मेरे तो तब भी थिरकते थे जब चलना आता नहीं था. नगमों की मस्ती है मेरी जवानी में, है डांस मेरे लहू की रवानी में. यहाँ मेरी हार, यहाँ मेरी जीत, यही मेरे गीत. तो झूमो तो नाचो और मेरे साथ नाचो. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं किसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. I am a disco dancer. Hey, I am a disco dancer. डीजे क्या होता है? डार्लिंग. आहा. दीवाना. आहा. डिस्को. आहा. डी से होता है डांस, आई से होता है आइटम, एस से होता है सिंगर, डी से होता है कोरस, ओ से ऑर्केस्ट्रा. Oh, beautiful. What's your name? Nisha. तुम्हें मालूम जवानी क्या होती है? नहीं मालूम. जवानी एक लहर है, जवानी एक नशा है. जवानी जिस पे आए वो ही जाने ये क्या है. 2 दिन की हस्ती में सदियों की मस्ती है. बिंदास बागी जवानी, दिल प्यासे मिलते हैं ऐसे जवानी में जैसे मिले आग पानी. इस उम्र में क्यों न मनमानी कर जाए, मस्ती की राहों में हद से गुजर जाए. जहाँ मिले प्यार वहीं मेरे यार हो जाए निसार. तो झूमो तो नाचो और मेरे साथ नाचो. I am a disco dancer. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं इसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. I am a disco dancer. Yeah, I am a disco dancer. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klausen Globen.
ചിരിക്കാനും വയ്യ. പറയാതിരിക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? രൂപ 1-2 അല്ല 1.5 കോടിയാ ലോട്ടറി അടിച്ചത്. പോരാത്തൊരു മാറിക്കാർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പിന്നെ എന്താണ് ചേട്ടൻ അനിയനും കൂടി കമ്പനി? ഡോക്ടറെ, ഡോക്ടർ സംഭവം അറിഞ്ഞാണല്ലോ. ഇല്ല, എന്ത് സംഭവം? ഡോക്ടർക്ക് ഞങ്ങളുടെ അപ്പച്ചനെ അറിയാമല്ലോ. പിന്നെ മത്തായിച്ചിനെ എനിക്കറിയാമല്ലോ. മത്തായിച്ചിനെ 10 വർഷമായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലോ. അതെ 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 അതെ. പുള്ളിക്കാരന് 2 അറ്റാക്ക് കഴിഞ്ഞത് 3ാമത്തെ അറ്റാക്ക് ആക്കി കൊടുത്തത് ഞാനല്ലേ? ഏതായാലും നിങ്ങളുടെ അപ്പച്ചനെ നിങ്ങളുടെ ഫാമിലി മൊത്തം ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാൻ. അതെ 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 അതെ. ഇപ്പൊ സംഭവം എന്താണ്? ഡോക്ടറെ, ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്ത് സംഭവിക്കാതിരിക്കാൻ? ഡോക്ടർ ഒരു കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. ഡോക്ടറെ, അപ്പച്ചനെ ലോട്ടറി അടിച്ചു. അപ്പച്ചനെ ലോറി അടിച്ചാ? ലോറിയല്ല ഡോക്ടറെ, ലോട്ടറി അടിച്ചു. എത്ര രൂപ? 1.5 കോടി ഒരു മാരുതി കാറും. എന്റെ ദൈവമേ, 1.5 കോടി രൂപയെ മാരുതി കാറുവാ? അതേന്നേ. 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഈ ലോട്ടറി അടിച്ച ഇവരൊക്കെ പെട്ടെന്ന് എങ്ങാനും ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, വല്ല സന്തോഷാധിക്യം വന്ന് പുള്ളിക്ക് വല്ലതും സംഭവിച്ച മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ വളരെ നയത്തിൽ വേണം പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. പറയണല്ലേ? അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഡോക്ടർ കാര്യം ചെയ്യണം. ഞങ്ങൾ ഈ പ്രശ്നം പറയില്ല. ഡോക്ടർ ഇപ്പൊ 4 വർഷമായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറാണല്ലോ. 10 വർഷമായിട്ട് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണല്ലോ. അതെ. ഡോക്ടർ തന്നെ ഈ കാര്യം അപ്പച്ചോണ്ട് പറയുക. ഞാൻ തന്നെ. അത് തന്നെ. ചേട്ടോ, ഇതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വന്നത്. ഇപ്പൊ ഏതായാലും നിങ്ങൾ ഇപ്പൊ മക്കൾ പറയുമ്പോഴത്തേക്കും അതിന് കാഠിന്യം കൂടും, ഗാംഭീര്യം കൂടും. ഇപ്പൊ ഞാൻ പറയുമ്പോഴേക്കും അത് ഡോക്ടറാണല്ലോ, വളരെ മനഃശാസ്ത്രപരമായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? അപ്പൊ ഡോക്ടറെ, അപ്പച്ചൻ വരാൻ സമയമായിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് പറഞ്ഞോളാം. ഞങ്ങൾ ഇവിടെ നിൽക്കണം. മത്താച്ചൻ വരണ്ടാ. ഹലോ മത്താച്ചോ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? അസുഖം ഭേദമുണ്ടല്ലോ അല്ലേ? ചെക്കപ്പ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അടുത്തങ്ങനെ 40 തീറ്റിക്കുക ഞങ്ങളെ. പിന്നെ മത്തായിച്ചിന് ഈ ലോട്ടറി എടുക്കുന്ന സ്വഭാവമല്ലോ? ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ മത്താച്ചൻ പെട്ടെന്ന് ഒരു ലോട്ടറി എടുക്കുകയാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ച് ആ മത്തായിച്ചന്റെ ഒരു ഭാഗ്യവും നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു ഭാഗ്യം കൊണ്ട് ആ ലോട്ടറി അടിക്കുകയാണ്, അതിന് 1ാം സമ്മാനം കിട്ടുകയാണെന്ന് കൂടി അങ്ങനെ സങ്കല്പിക്കുക. സങ്കല്പിച്ചോ? 1ാം സമ്മാനമായിട്ട് ഒരു 1.5 കോടി രൂപയും ഒരു മാരുതി കാറുമാണ് സമ്മാനം എന്ന് കൂടി അങ്ങനെ സങ്കല്പിക്കുക. 1.5 കോടി രൂപയും മാരുതി കാർ സങ്കല്പിച്ച്. മത്തായിച്ചനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക നില വെച്ച് ഈ പൈസയും കാറും എന്ത് ചെയ്യും? ഈ 1.5 കോടി രൂപയും ഈ മാരുതി കാറും കഷ്ടപ്പെട്ടു ഡോക്ടർ തന്നെ ഇങ്ങനെ വളർത്തി, അതായത് ചികിത്സിച്ച് ഇതുപോലെയൊക്കെ ആക്കി. അതെ. ആ ഡോക്ടർക്ക് വേണ്ടിട്ട് ഈ 1.5 കോടി രൂപയും ഈ മാരുതി കാറും ഞാൻ ഡോക്ടർക്ക് തരും. Give it to me, baby. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klausen Globen. దసని పని గమ పాప గమ పని ని సాసా పని సరి పమ గాగా మా పాప మరినే పని మారినే ధ గమ పప మ పని ని పని సరి ఆ ശിശിരങ്ങൾ തിരയുന്നു
baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klaus und Globen. சொல்வேனுங்கோ பட்டுமாங்க புருதுங்கோ வடுமாங்க புரட்டுங்கோ தை சாதம் ரெடி பண்ணுங்கோ ಮಂಕದ ಲೇಡಿ ನಮ್ಮ ಕರೆವಾಡಿ ನಮ್ಮ ತುಂಡ ತಾಡಿ ನೀ ಕುಮರಿ ಪುಟ್ಟ ಪೋಡಿ ಮಂಕದ ಲೇಡಿ ನಮ್ಮ ಕರೆವಾಡಿ ನಮ್ಮ ತುಂಡ ತಾಡಿ ನೀ ಕುಮರಿ ಪುಟ್ಟ ಪೋಡಿ ಇದು ಎನ್ನ ಸಮಯ ತಾಂಗಿಯ ಅಂದ ಸಮಯತನ ತಾಂಗವಾ உங்க அம்மா நம்ம சேர்த்து வைப்பாளா அம்மா உங்க அம்மா நம்ம சேர்த்து வைப்பாளா படுமாங்க உரட்டுங்கோ தை சாதம் வச்ச பீடா சமக்க வச்சு தாடா பூவாசம் விடிஞ்சாக்காவும் வாசம் அட பாவாடை பூவாடை பூவுக்குள் தேனோட சும்மா அடி சும்மா நம்ம கட்ட விட்டாளா அடி சும்மா நம்ம கட்ட விட்டாளா வடுமாங்க உரட்டுங்கோ தை சாதம் ரெடி பண்ணுங்கோ பட்டு மாமி கிட்ட வாடி மொட்டை மாடி வட்டல் நாடி சும்மா அடி சும்மா நம்ம கட்ட விட்டாளா சும்மா அடி சும்மா நம்ம கட்ட விட்டாளா
ബഡവ. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterklieben, Klausen, Globen. പ്രിയമുള്ളവരെ, തട്ടാമുട്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിനൂതനമായ ഒരു പരിപാടിയാണ്. സ്ത്രീ പീഡന നിവാരണ സെമിനാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇപ്പോൾ പീഡനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്ത്രീ പീഡന നിവാരണ സെമിനാറുമായി ഞങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി തട്ടിപ്പ് കുട്ടപ്പൻ ഇവിടെ നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതിനു മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. എന്റെ ചേട്ടൻ ബാബു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ചേരണം. അച്ഛന് ചോറ് കൊണ്ട് കൊടുക്കാൻ പോകേണ്ടതാണ്. ഞാൻ പോകുകയല്ല കേട്ടോ, എന്റെ അമ്മച്ചനെ പോകുകയല്ലേ. അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പുണ്ട്. കുച്ചിപ്പിടി നടത്താനെന്ന ഈ വേദിയിൽ വെളിച്ചപ്പാട് ഒച്ചപ്പാട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് കുച്ചിപ്പിടി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കുച്ചിപ്പിടി നടക്കില്ലെന്നുള്ള കാര്യം അച്ചട്ടാണ്. പ്രിയമുള്ളവരെ, ഇതവിടെ മന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീ പീഡന നിവാരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി എത്തിച്ചേർക്കുകയാണ്. ഹലോ, ഐ ലവ് യു. വേർ ആർ യു? ഐ ആം ബ്ലഡി ഫൂൾ. താനാരാ? ഞാൻ മന്ത്രി പിയെ. മന്ത്രി എവിടെ? മന്ത്രി വരാൻ ഇത്തിരി താമസിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം പറഞ്ഞു വിട്ടാണ്. ഇവിടെ മന്ത്രിനെ പോയി വിളിച്ചോണ്ട് വേണം ഇങ്ങോട്ട്. പ്രിയമുള്ളവരെ, ഇതാ നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന മന്ത്രിയെ പോയി വിളിക്കാൻ വേണ്ടി നമ്മുടെ PA ഇവിടുന്ന് പോയിട്ടുണ്ട്. മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തട്ടിപ്പ് കുട്ടപ്പൻ ഇതാ വേദിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, തട്ടിപ്പ് കുട്ടപ്പനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കള്ളിമുണ്ട്, കാവ്യമുണ്ട്, കസവുമുണ്ട്, ലുങ്കിമുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന എന്റെ സ്വന്തം ഡബിൾ മുണ്ട്. കഷ്ടമുണ്ട്. സോറി, എന്റെ പഴയ പണിയെ കുറിച്ച് ഞാനൊന്ന് ഓർത്ത് പോയി. അല്ല, താനെന്താണോ എപ്പോഴും എന്റെ പുറകിൽ ഓന്ത് മൂക്കിപ്പിടി വലിച്ച പോലെ പരക്കമാഞ്ഞ് നടക്കണത്? അതെ, എന്റെ കണ്ണടൻ സാറ് വെച്ചാണ്. അത് നിങ്ങൾ തന്നെ ഞാൻ എന്റെ പാട്ടിന് പോയിക്കോളാം. താൻ ആരോടും പറയരുത്. തന്റെ കണ്ണടയുടെ ഈ പരിപാടി കഴിയുമ്പോൾ തിരിച്ചുതരാൻ ഞാൻ പറഞ്ഞില്ലേ. എടോ, എനിക്ക് ഇത്തിരി ലോങ് സെറ്റ് കുറവാണ്. കണ്ണട കാണാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ തന്റെ കണ്ണട മേടിച്ച് ഞാൻ നടക്കുന്നത്. എനിക്ക് അന്തിക്കുറിലുള്ളതാണ്. 6 മണിക്കുന്ന് സാധനം തരാം. പിന്നെ തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പൊ തുടങ്ങാം നമുക്ക്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, that is what is because but also fill in the blanks of the suitable the development corporation of India State Bank of Travancore. സാറേ, മലയാളം മതി. സോറി, ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അല്ല, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. എന്താ പരിപാടി എന്ന് പറഞ്ഞത്? നമ്മുടെ സ്ത്രീ പീഡന. പ്രിയമുള്ളവരെ, സ്ത്രീകൾ പീഡത്തിലിരിക്കണം. അവർ പീഡത്തിലിരിക്കേണ്ടവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. പീഡത്തിലിരിക്കുന്ന കാര്യമല്ല, സ്ത്രീ പീഡന നിവാരണ. പ്രിയമുള്ളവരെ, സ്ത്രീകൾ പീഡത്തിലിരുന്ന് നിവർന്ന് നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, സ്ത്രീ പീഡന നിവാരണ സെമിനാർ. അങ്ങനെ പ്രിയമുള്ളവരെ, സ്ത്രീകൾ പീഡത്തിലിരുന്ന് നിവർന്ന് സെമിനാരിൽ പോകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? PA ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ. എന്റെ കണ്ണട ഇങ്ങോട്ട് തരൂ. എടോ, തന്റെ കണ്ണട തരാന്ന് പറഞ്ഞില്ലേ? താ ഇടക്കിടക്ക് കണ്ണട എന്ന് പറഞ്ഞ് നടക്കണ്ട. ഇവിടുത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡന നിവാരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യണം. അങ്ങനെ പറ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ അമ്മവങ്ങന്മാർക്ക് സ്വസ്ഥമായിട്ട് ബിസിനസ് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? തടിമണികളായ കോളേജ് കുമാരികൾക്ക് സ്വസ്ഥമായിട്ട് ബിസിനസ് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താ കാരണം? സ്ത്രീ പീഡനം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ സമൂഹത്തിൽ എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. എന്തെന്ന്? നമ്മുടെ ഈ സ്ത്രീ പീഡനം നടക്കുമല്ലേ, സംഭവം നടക്കുമല്ല. എന്റെ കണ്ണട കൂട്ടിക്കൊല്ലി ഞാൻ കുറെ നേരമായി കണ്ണട എന്ന് പറഞ്ഞിട്ട് എന്റെ വെറുതെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ഈ സ്ത്രീ പീഡനം നടക്കാനിരിക്കും. നിങ്ങൾ സ്ത്രീ പീഡനത്തിന് ഇരയായ പെൺകുട്ടികൾ തെളിവുകൾ കൊണ്ടുവരണം. തെളിവ് പ്രൂഫ്. അത് തന്നെ, എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തക്കതായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ അവസരത്തിൽ ഞാൻ ഊന്നി പറയുകയാണ്. അതെ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? എന്റെ കണ്ണട ഞാൻ കുത്തിപ്പൊട്ടിക്കും കൂടെ കുറെ നേരെയാണ്. നിന്റെ കണ്ണടയാണ് ഈ പരിപാടി കഴിയുമ്പോൾ തിരിച്ചിടാന്ന് ഞാൻ പറഞ്ഞില്ലേ? തരുവല്ലേ? പിന്നെ അപ്പൊ എനിക്ക് പോകാൻ ധൃതിയുണ്ട്. അടുത്ത ജംഗ്ഷനിൽ വേറൊരു പരിപാടി ഉണ്ട്. അയ്യോ സാർ, പോവല്ലേ. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു പീഡനം നടന്നൊരു പെങ്കൊച്ചുണ്ട്, നമ്മുടെ ചിഞ്ചുമോള്. അപ്പൊ അവളെ വിളിച്ചൊന്ന് അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പൊ തന്നെ അനുഭവിച്ചിട്ട് ബാക്കി സാറിന് എങ്ങോട്ട് പോണ്? അനുമോദിക്കണ്ടേ? അനുമോദിക്കാൻ അങ്ങോട്ട് പോകണ്ട. പിന്നെ കുട്ടി ഇങ്ങോട്ട് വരും, ഇവിടെ വരും, വേദിയിലേക്ക് വിളിച്ചങ്ങോട്ട് അനുമോദിച്ചാൽ മതി. എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? ഞാൻ അപ്പുറത്തേക്ക് വരില്ലായിരുന്നു. വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോളാം. ചിഞ്ചുമോളെ സാറേ, എന്റെ കണ്ണട വരുമല്ലേ? അതെ, നിന്റെ കണ്ണട ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? കുറച്ച് കഴിയുമ്പോ തരാന്ന് പറഞ്ഞല്ലേ? പിന്നെന്താണ്? ഇത് ചിഞ്ചുമോള് പീഡനത്തിനിരയായ കുട്ടി. ഇതിനെയാണോ പീഡിപ്പിച്ചത്? ഏത് മഹാഭാവിയാണ് ഇതിനെ പീഡിപ്പിച്ചത്? ഇങ്ങനെ അടുത്ത് വന്നേ മോളെ. ഞാനെങ്ങനെ സഹിക്കും? പറ്റിച്ചല്ലേ എന്നാ? നിങ്ങൾ വന്നേ. ഈ എട്ടും പൊട്ടും തിരിയാത്ത 96 വയസ്സുള്ള ഈ പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച കശ്മലർക്കെതിരെ മോളെ, നിന്റെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരും. തെളിവുണ്ട് സാറേ, എടുത്ത് കാണിക്കും മോളെ.
പിന്നെ സാറേ സാറിന്റെ കണ്ണട കിട്ടി. ഇനിയെങ്കിലും എന്റെ കണ്ണട തരൂ. Give it to me, baby. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterglieben Klausen Globen. भव शङ्कर देशिक मे शरणम् विदितारमया विशदैककला न च किञ्चन काञ्चनमस्ति गुरो धृतमेव विधेहि कृपां सहजां भव शङ्कर देशिक मे शरणम् 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 भव शङ्कर देशिक मे शरणम्
say I'm pretty fly for a white guy. Give it to me, baby. Unterklieben, Klausen, Globen. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterklieben, Klausen, Globen. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unterklieben, Klausen, Globen. Give it to me, baby. Give it to me, baby. All the girlies say I'm